ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പതിവ് പോലെ ഇന്നും വലയിടാൻ വന്നു. നമ്മൾ വല ഇട്ടിരിക്കുകയാണ്. വല ഇവിടുന്ന് ഇങ്ങനെ കറക്കി ഇട്ടിരിക്കുകയാണ്. അതിനകത്തൂടെ നമ്മൾ വല പാകി ഇട്ടിരിക്കുകയാണ്, എല്ലാ പ്രാവശ്യം പോലെ തന്നെ. എന്നിട്ട് നമുക്ക് ഇനിയിപ്പം അടിച്ചനക്കാൻ പോവുക. അപ്പോൾ നമ്മൾ രാത്രിയിലായതുകൊണ്ടാണ് വല ഇടുന്നത് വീഡിയോ എടുക്കാഞ്ഞത്. ഇനി നമ്മൾ അടിച്ചനക്കാൻ പോവുകയാണ്. വലതേ ഇതുവഴിയാണ് ഇട്ടിരിക്കുന്നത്. കണ്ടോ, വല ഈ സൈഡിൽ കൂടെ അതേ കണ്ടോ വല കിടക്കുന്നുണ്ട്. ഇതിനകത്തെല്ലാം വല നമ്മൾ പാകിയിരിക്കുകയാണ്, എല്ലാ പ്രാവശ്യം പോലെ. ആദ്യം നമുക്ക് ഇറമ്പിലെടുക്കാം. ഇങ്ങനെ മുട്ട വെച്ച് അനക്കി മീനെ ഒഴിച്ച് നമ്മൾ വല കയറ്റുക. അതാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളൊരു റൗണ്ട് അടിച്ച് അനക്കി ഇനി നമുക്ക് അങ്ങോട്ട് ഒന്ന് വല വലിക്കാം. നോക്കാം മീൻ എന്തുമാത്രം ഉണ്ട്, മീൻ വല്ലതും ഉണ്ടോ ഒന്നും അറിയാൻ മേലെ. ഏതായാലും നമുക്ക് നോക്കാം. നമ്മൾ വല ഈ ഒരൊറ്റ ഈ പുല്ലിലാണ് ഈ വല കെട്ടിയിരുന്നത്. നമുക്ക് ഇവിടുന്ന് അഴിക്കാം. അഴിച്ചിട്ട് നമുക്ക് വല വലിക്കാം. നമുക്ക് ഈ വല ഇങ്ങനെ വലിച്ചു നോക്കാം. ഉടക്കിയിരിക്കുക. കീറുക. ഈ ഇറമ്പിലായതുകൊണ്ട് കുഞ്ഞുണ്ടോ, വല ഒത്തിരി കീറി. അതെ, ആദ്യം ഒരു കുറവ കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ? അറ്റത്ത് നമ്മുടെ വല ഉടക്കിയായിരുന്നു. ഇറമ്പിലായതുകൊണ്ട് സ്വാഭാവികമായിട്ട് കണ്ടോ ഇതുപോലുള്ള ഉടക്കുകൾ വരും. ഇറമ്പി നമ്മൾ വലയിടുമ്പോൾ കുറ്റിയൊക്കെ കാണും, അതൊക്കെ ഉടക്കുന്നത്. മഞ്ഞക്കൂരി ഉണ്ടോ? വലിയ മഞ്ഞക്കൂരിയല്ല. തുളി നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഉണ്ടോ? വീണ്ടും ഒരു കുറുവായുടെ വന്ന്, വീണ്ടും ഒരു തുളി. ഇത് തുളിയാ. അതും തുളിയാ. ഒരു തുള്ളിയെ കൂടെ കിട്ടി. ഒരു മഞ്ഞക്കൂരിയുടെ കണ്ട. ഈ വല വലിച്ചു തീർന്നു. മീനൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ടെടുക്കാം.
അപ്പം ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്ത വല ഇട്ടെടുക്കാം. നമ്മൾ 3 കഷ്ണം വലയാണ് ഇട്ടിരിക്കുന്നത്. ഒറ്റ വലയായിട്ട് നമ്മുടെ ഇല്ല. പുറത്തൂടെ വളച്ചിരിക്കുന്ന 2 പീസ് വലയാണ്. ഇത് മഞ്ഞക്കുരി, അത് കണ്ടോ, അത് ഉടക്കിയില്ലായിരുന്നു, അതൊന്ന് മുട്ടി നിന്നതാ. ഇത് അത് തൂളി. ഞാൻ വിചാരിച്ചത് പോയെന്ന്. കുറുവായുടെ തൂളിയാണ് ഇന്ന് കൂടുതൽ കിട്ടുന്നത്. കുറുവായ തൂളി. വീണ്ടും മഞ്ഞക്കുരി, അതേ കണ്ടോ. കുറുവായ കുറുവയൊക്കെ കണ്ടവനും വല കയറി ഉടക്കി. എന്താണ് ഈ വലയും വലിച്ചു തീരാറായി. ഇതിപ്പോ നമുക്ക് തിരക്കേടില്ലാത്ത രീതിയിൽ മീൻ കിട്ടി. ഇത് നമുക്ക് അങ്ങോട്ട് കെട്ടി മാറ്റി വെക്കാം. വീട്ടിൽ ചെന്നിട്ട് മീൻ എടുക്കുന്നത് കാണിക്കാം. ജോർജ് കുട്ടി വല വലിച്ച് എല്ലാം ഉണ്ടോ വീട്ടിൽ? ജോർജ് കുട്ടിക്ക് കുറച്ച് കുറുവായും പൊടിമീനും ഉണ്ടെന്ന് പറഞ്ഞ്. നമുക്ക് അടുത്ത വല എടുക്കാം. ഇത് ചെറിയ വലയാണ്. ചെറിയെന്ന് പറഞ്ഞാൽ ഇറക്കം കുറഞ്ഞുള്ള വലയായിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ ആ പുറത്തോടെ ഇട്ടിരുന്ന വലിയ വലയുടെ അകത്തൂടെ നമ്മൾ ഈ ചെറിയ വല പാകി ഇട്ടിരിക്കുകയാണ്. ഇതിലൊരു കുറുവായ നമുക്ക് കിട്ടി. ഇത് കുറുവായാണ് നമുക്ക് കിട്ടുന്നത്. ഇതില്ല. വല നമ്മൾ ഇട്ടത് ഒരു വലയുടെ പുറത്തൂടായിപ്പോയി. ഒരു വല അങ്ങനെ വല ഉടക്കി കുരുങ്ങി കിടക്കുക. അത് മാറ്റണം. ഒരു വല ഇട്ടത് ഒരു വലയുടെ പുറത്തൂടായിപ്പോയി. അതായിരുന്നു വിഷയം അവിടെ വന്നത്. ഇനിയിപ്പം കുഴപ്പമില്ല. ഇനിയിപ്പം ഇങ്ങനെ കറങ്ങി നമ്മൾ ഉടക്ക് വന്ന് നമ്മൾ ഈ വലയും വലിച്ചു തീരാറായി.
ഇവരെ വലിച്ചു തീർന്നു. ഇത് നമ്മൾ അവിടെ 2 വലയും കൂടെ ഒന്നിച്ച് ഉടക്കി വന്നതാണ്. ഒരു വലയുടെ പുറത്തൂടായിപ്പോയി നമ്മൾ അടുത്ത വല ഇട്ടത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ. ഓക്കെ. ജോർജ് കുട്ടി മാർക്കറ്റിൽ പോയിട്ട്, മാർക്കറ്റിൽ ആരും ഇല്ലായിരുന്നോ? മണിച്ചേട്ടനൊന്നും ആരും വരുന്നില്ല. ഒന്നാമത് അവരൊക്കെ വന്ന മീൻ കൊടുക്കാനുള്ള മീൻ കിട്ടുന്നില്ല. രണ്ടാമത് വല ഇട്ടിട്ട് മീൻ കുറവാണ്. ഇതോ ഓ പഴയ വല. ജോർജ് കുട്ടിക്ക് കിട്ടിയ മീൻ ഇത്ര മീനേ കിട്ടിയുള്ളൂ അല്ലേ? ഇത്ര മീനേ ഇന്ന് ജോർജ് കുട്ടിക്ക് കിട്ടിയുള്ളൂ. ഇതിനകത്തൊരു ചെറിയ വാളക്കുഞ്ഞുണ്ട് അല്ലേ? ഉണ്ടോ? ആണ് ഇന്ന് ജോർജ് കുട്ടിക്ക് കിട്ടിയ മീൻ. ആ വാഹ കിട്ടി. വാഹ കിട്ടി. ഇത് കണ്ടോ, വാഹയാ ഇതിനകത്ത്. അത്ര വലിയ വാഹയൊന്നുമല്ല. ഇത് 70 mm വലയിൽ ഉടക്കുന്ന വാഹയാ. ഉടക്കുവലയിൽ ഉടക്കിയത് കൊണ്ട് അത് ചത്തുപോയി. സ്ഥിരമായി വല ഇട്ടാലേ കാര്യങ്ങൾ ഓടത്തുള്ളൂ. ഞങ്ങൾ വല ഇട്ടിട്ട് കണ്ടോ. അപ്പൊ നമുക്ക് ജോർജ് കുട്ടിയുടെ മീനും കണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ മീനൊക്കെ എടുക്കാം. നമുക്ക് വലയിലെ മീനെടുക്കാം. രാമൻ വന്ന് നോക്കുന്നുണ്ട്. രാമാ എന്നെ എടുക്കുക. രാമാ അവനെ കൂടുതൽ വിളിക്കാനൊക്കത്തില്ല. വിളിച്ചാൽ ഈ വലയ്ക്കകത്തോടെ എല്ലാം കയറി ഓടിക്കളയും. മീന് എടുക്കാം. തൂളിയായിട്ടാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് കൂടുതൽ. അത് അടിച്ചനക്കിയത് കാരണം വെപ്രാളത്തിനത് കൂടി മൊത്തം കുരുങ്ങിക്കിടക്കുക. മഞ്ഞക്കുരി മഞ്ഞക്കുരി നമ്മൾ വലയെന്ന് എടുക്കുന്നതിന് എളുപ്പം ഒരു മാർഗമാണ് തൊണ്ടയിലോട്ട് അതിൻ്റെ കൊമ്പ് ഇങ്ങനെ കുത്തിക്കയറ്റുക. കുത്തിക്കയറ്റുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ കൈ ശ്രദ്ധിച്ചോണം. ഇപ്പം ഇങ്ങനെ ഒടിച്ച് അടുത്ത കൊമ്പ് നമ്മൾ ഇതുപോലെ തന്നെ കുത്തിക്കയറ്റും. അല്ലെ കൊമ്പ് നമ്മൾ കൈ കൊണ്ട് ഒടിച്ചു വരുമ്പം അല്ലെ വലയെന്ന് ഊരി വരുമ്പം ഒത്തിരി സമയം എടുക്കും. അതും അങ്ങനെ ഒടിച്ച് നമ്മൾ മാറ്റിയിരിക്കുകയാണ്. ഇനി മുതുകത്തെ കൊമ്പൂടെ ഒടിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. ഒടിച്ച് ഇനി നമുക്ക് എളുപ്പം ഊരിയെടുക്കാം. അല്ലെ നമ്മൾ ഈ കൊമ്പ് മുഴുവൻ അതിൻ്റെ ഉടക്ക് വിടിയിച്ച് വരുമ്പോൾ ഒത്തിരി സമയം എടുക്കും. കണ്ടോ, എളുപ്പമുണ്ട്. അങ്ങനെ മൊത്തം ഊരിയെടുക്കാം. വീണ്ടും മഞ്ഞക്കുരിയുണ്ട്. രണ്ട് വലയിലെ മീൻ നമ്മൾ എടുത്ത്, ഇനി ഈ വലയിലേ ഉള്ളൂ മീൻ എടുക്കാൻ. അമ്മിണിയും കാത്തും ശങ്കരനും ഒന്നും അറിഞ്ഞില്ല നമ്മൾ വലയും മീനും കൊണ്ട് വന്നെന്ന്. അല്ലേ ഇപ്പം ഇവിടെ വന്നേനെ. ഈ വലയിലെ മീനെടുത്ത് തീരുക.
ഈ വലയിലെ മീനെടുത്ത് നമ്മൾ തീർന്നു. വലയും കെട്ടി വെക്കട്ടെ. ഇനിയിപ്പം അടുത്ത പ്രാവശ്യം ഇടണമെങ്കിൽ ഇതെല്ലാം ഉടക്കെല്ലാം മാറ്റി ക്ലിയർ ചെയ്ത് വേണം നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ അത് തക്കാലമായിട്ട് നമ്മൾ ചുമ്മാ കെട്ടി വെക്കുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ഇന്ന് തരക്കേടില്ലാത്ത രീതിയിൽ മീൻ കിട്ടി. കണ്ടോ, തരക്കേടില്ലാത്ത രീതിയിൽ മീൻ കിട്ടി. ഇത് കുടഞ്ഞിട്ട് കാണിച്ചു തരാം. മഞ്ഞക്കുരി കിട്ടിയിട്ടുണ്ട്. നല്ല മഞ്ഞക്കുരിയ. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട്, അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ഓക്കെ. നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി കൂടുതൽ മീനാണ് കിട്ടിയത്. മഞ്ഞക്കുരി കിട്ടാതിരിക്കുകയായിരുന്നു. ഇപ്പം നമുക്ക് മഞ്ഞക്കുരിയും കിട്ടി.